ലോക വൃക്ക ദിനത്തിന്റെ ഭാഗമായി പൊന്നാനി നഗരസഭ ഡയാലിസിസ് സെന്ററിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. വൃക്കരോഗത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുന്നതിനായാണ് ക്ലാസ് നടത്തിയത്. പൊന്നാനി നഗരസഭ ഡയാലിസിസ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ ബോധവൽക്കരണ ക്ലാസ്സിന് ഡോക്ടർ ഭാഗ്യനാഥ് നേതൃത്വം നൽകി. ദീർഘകാലമായിട്ടുള്ള കിഡ്നി രോഗമാണ് കൂടുതലായിട്ടുള്ളത്. കിഡ്നി നമുക്കറിയാം, നമ്മൾ പ്രധാനപ്പെട്ട കിഡ്നിയുടെ പ്രവർത്തനം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള വേസ്റ്റ് എല്ലാം കളയുക, മൂത്രത്തിലൂടെ വേസ്റ്റ് എല്ലാം കളയുക എന്നുള്ളതാണ് കിഡ്നിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം. അതിന് പുറമെ ഹോർമോണുകൾ ഉണ്ടാക്കുകയും പിന്നെ നമ്മുടെ ശരീരത്തിലെ എല്ലിൻ്റെ പ്രവർത്തനത്തിന് സഹായിക്കുകയും അങ്ങനെയുള്ള പല പ്രവൃത്തികളും ചെയ്യുന്നതാണ് കിഡ്നികൾ. അപ്പോൾ കിഡ്നി നമുക്ക് അത്രയും പ്രധാനപ്പെട്ട ഒരു അവയവമാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് കിഡ്നി രോഗം ഇല്ലാതെ വരാൻ എന്തൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഇനി ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അതിന് ഒന്ന് ചിട്ടയായിട്ടുള്ള വ്യായാമം, ദിവസം ഒരു അരമണിക്കൂർ നടക്കുക, അതാണ് ഒരു ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഭക്ഷണത്തിൽ എല്ലാതരം പച്ചക്കറികളും ഫ്രൂട്ട്സും എല്ലാം ഉൾപ്പെടുത്തുക. പിന്നെ ഉപ്പിൻ്റെ അളവ് കുറയ്ക്കുക, ഉപ്പിൻ്റെ അളവ് ഒരു 5 ഗ്രാമിൽ താഴെയായിട്ട് കുറച്ച് വയ്ക്കുക. പിന്നെ ഷുഗർ കൺട്രോൾ ചെയ്യുക, ഷുഗർ ചെക്കപ്പ് ചെയ്യുകയും ഷുഗർ ഉള്ള ആളുകളാണെങ്കിൽ മരുന്ന് കഴിച്ചിട്ടും എക്സസൈസ് ചെയ്തിട്ടും ഫുഡ് കൺട്രോൾ ചെയ്തിട്ടും ഷുഗർ കുറച്ച് വെക്കുക. BP കുറയ്ക്കുക, BP 140/90 താഴെയാക്കി എപ്പോഴും വെക്കുക. മരുന്ന് കഴിച്ചിട്ടും ഭക്ഷണത്തിലൂടെ എക്സസൈസ് ചെയ്തിട്ടും BP കുറച്ച് വെക്കുക. കൂടാതെ ഡയാലിസിസ് വിധേയരുടെയും കൂട്ടിരിപ്പുകാരുടെയും സംഗമവും ഇഫ്താർ വിരുന്നും നടത്തും. നഗരസഭാ ചെയർപേഴ്സൺ CV സുധ, വൈസ് ചെയർപേഴ്സൺ CP സക്കീർ, സ്ഥിരം സമിതി അധ്യക്ഷർ എന്നിവർ പങ്കെടുത്തു.